സാറേ, ഏറ്റവും ഒടുവിൽ കേരളത്തിലെ NDA മുന്നണിയിൽ ഒരു പുതിയ ഘടകകക്ഷി കൂടി വന്നിരിക്കുന്നു. അത് 2020 എന്ന പേരിൽ സമീപകാലത്ത് കേരള രാഷ്ട്രീയത്തിൽ ഉണ്ടായി വന്ന ഒരു പുതിയ മൂവ്മെന്റ് ആണ്. രണ്ട് മുന്നണികളും, പ്രത്യേകിച്ച് കേരളത്തിലെ UDF LDF അവരെ അടിച്ചമർത്താനും ആക്ഷേപിക്കാനും ആട്ടി ഓടിക്കാനും ഒക്കെയുള്ള നീക്കങ്ങൾ കഴിഞ്ഞ കുറെ കാലമായിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒടുവിൽ അവർ NDAയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. എങ്ങനെ കാണുന്നു ഈ നീക്കത്തെ? ഇത് ഒരു പ്രധാനപ്പെട്ട മുന്നേറ്റമാണിത് NDA സംബന്ധിച്ച്. NDAയിൽ തന്നെ വിരലിലെണ്ണാവുന്ന നേതാക്കൾക്ക് മാത്രമേ ഇങ്ങനൊരു സംഭവ വികാസത്തിനെ പറ്റി നേരത്തെ അറിവുണ്ടായിരുന്നുള്ളൂ. പക്ഷെ അമിത്ഷായുടെയൊക്കെ അറിവോടുകൂടിയാണ് ഇത് സംഭവിച്ചിരിക്കുന്നത്. ഇത് ഇങ്ങനൊരു നീക്കമൊക്കെ നടക്കുന്നതിനെ പറ്റി അത്യാവശ്യം ധാരണ എനിക്കുണ്ടായിരുന്നു. കഴിഞ്ഞ ആഴ്ച ഒരു പൊതു സുഹൃത്ത്, സാബു ജേക്കബിൻ്റെയും എൻ്റെയും ഒരു പൊതു സുഹൃത്ത് എന്നോട് ഈ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാനും പറഞ്ഞിരുന്നു. അതായത് കോൺഗ്രസിനോടും CPM-നോടും മല്ലടിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ വേറൊരു രാഷ്ട്രീയ പാർട്ടിയുടെ സംരക്ഷണ കവചം ഉണ്ടാകുന്നത് നല്ലതാണ്. അദ്ദേഹം ഒരു കച്ചവടക്കാരൻ കൂടി ആയതുകൊണ്ട്, ഇന്ത്യയിലുടനീളം കച്ചവടം ഉണ്ടല്ലോ, അദ്ദേഹത്തിന് നല്ലത് എപ്പോഴും ഇന്ത്യയുടെ കൂടെ ഒരു ഘടകകക്ഷിയായിട്ടിരിക്കുന്നതായിരിക്കും എന്ന് പറയുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഇത് ഇന്ത്യക്ക് എങ്ങനെ ഗുണം ചെയ്യും എന്ന് പറഞ്ഞാൽ, ഒരു ക്രിസ്ത്യൻ ഔട്ട്റീച്ച് പ്രോഗ്രാം അവർക്കുണ്ട്. കേരളത്തിൽ ഈ ക്രൈസ്തവർ കൂടി കുറേ പേര് NDAയിലേക്ക് വരുമ്പോഴാണ് ഇന്ത്യക്ക് ശരിക്കും വികാസം ഉണ്ടാകുന്നത്. NDA ഇങ്ങനെ നിന്നാൽ മതി, കുറേ RSSകാർ ഒരു NSSൻ്റെ B ടീമായിട്ടൊക്കെ നിന്നാൽ മതി എന്നൊക്കെ വിചാരിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട് BJPക്കും. കാരണം ഇതിൽ ത്രിമൂർത്തികൾ എന്ന് പറഞ്ഞിട്ട് O രാജഗോപാൽ, K രാമൻപിള്ള, KG മാരാർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ 3 പേര് മതി, മുകളിൽ വേറെ ആളും വേണ്ട എന്നുള്ള മട്ടിൽ കുറേ വർഷങ്ങൾ തുടർന്നിരുന്ന ഒരു BJPയാണ്. ഇതിൽ നിന്ന് ഇതിനൊരു വികസനം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അതൊരു പാർട്ടി എന്നുള്ളതിലേക്ക് അത് ഇൻക്ലൂസീവ് ആവണം, എല്ലാവരെയും ഉൾപ്പെടുത്തുകയൊക്കെ വേണം. അങ്ങനെ ഈ യാക്കോബായ സഭയിലെ പ്രധാനപ്പെട്ട ഒരു അംഗമാണ് സാബു ജേക്കബ്. ഈ യാക്കോബായ സഭയും മാർത്തോമ സഭയുമാണ് ശരിക്ക് കേരളത്തിൽ BJP അതിൻ്റെ കൂടെ കൊണ്ടുവരാൻ ശ്രമിക്കേണ്ടത്. അവർക്ക് വലിയ പ്രയാസങ്ങളൊന്നും ഈ കുറെ കാലം കോൺഗ്രസിൻ്റെ കൂടെ നടന്നു എന്നോ അങ്ങനത്തെ പ്രയാസങ്ങളൊന്നും ഇവർക്ക് രണ്ടു കൂട്ടർക്കും ഇല്ല. അപ്പോൾ യാക്കോബായ സമുദായാംഗങ്ങളാണെങ്കിൽ കുറേയൊക്കെ ഈ വലിയ സമ്പന്നരും ഒന്നുമല്ല. പക്ഷേ യാക്കോബായ സഭയിലെ ഒരു നെടും തൂണുകളിലൊന്നാണ് സാബു ജേക്കബ്. രാഷ്ട്രീയത്തിലാണെങ്കിൽ ഈ ബെന്നി ബെഹനാൻ യാക്കോബായ സഭയിൽപ്പെട്ട ഒരാളാണ്. ഈ മേഖലയിലൊക്കെയുള്ള ആളാണ് ബെന്നി. പക്ഷെ ബെന്നിക്ക് ഈ സാബു ജേക്കബിന് ആവശ്യമുള്ള സമയത്തൊന്നും സാബു ജേക്കബിനെ സഹായിക്കാൻ ബെന്നിക്ക് പറ്റിയിട്ടില്ല. അങ്ങോട്ട് സഹായം സാബു പലപ്പോഴും ചെയ്തിട്ടുണ്ടെങ്കിലും. അപ്പോൾ ബെന്നി ബെഹനാൻ എൻ്റെ കൂടെ നിന്നോളും, ഈ വീടിൻ്റെ ഐശ്വര്യം എന്നൊന്നും പറഞ്ഞ് നടന്നാലൊന്നും സാബുവിന് പ്രത്യേകിച്ച് ഗുണമൊന്നുമില്ല. സാബു ഇടയ്ക്കൊരു പരീക്ഷണം നടത്തിയതാണ്. ആപ്പിൻ്റെ കൂടെ നിന്ന് മറ്റേ ഇവിടെ വന്നിട്ട് കെജ്രിവാളുമായിട്ട് മീറ്റിംഗ് ഒക്കെ നടന്നതാണ്. ഒരു പ്രയോജനമില്ല. അത് പൊളിറ്റിക്സ് അറിയാതെ പറ്റുന്നതാണ്. ആപ്പിന് ഇവിടെ വലിയ ശക്തിയുണ്ടോ? അപ്പോൾ ശക്തിയുള്ളൊരു പാർട്ടിയുടെ കൂടെ നിൽക്കുക എന്നുള്ളതാണ്. ഇത് ഈ മലപ്പുറത്തിനേക്കാൾ കഷ്ടമാണ് NDAയെ സംബന്ധിച്ച്. എറണാകുളം നീ എപ്പോഴും പറയാറില്ലേ, മലപ്പുറത്ത് NDAക്ക് കിട്ടിയ വോട്ട് എറണാകുളം ജില്ലയിൽ കിട്ടിയിട്ടില്ല. ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പൊക്കെ നോക്കുമ്പോൾ 6% താഴെയല്ലേ ഇവിടെ കിട്ടിയിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ എറണാകുളത്തിൻ്റെ ചില ഭാഗങ്ങളിലൊക്കെ, പ്രത്യേകിച്ച് ഈ യാക്കോബായ ബെൽറ്റ് എന്ന് പറയുന്നതാണ് ഈ പിറവം മേഖലയിൽ, പിറവം, മൂവാറ്റുപുഴ, രാമമംഗലം, ഉഴവൂര്, ഇങ്ങനൊരു ബെൽറ്റിലാണ് ഈ യാക്കോബായക്കാർ, കോലഞ്ചേരി കൂടുതലായിട്ട് വരുന്നത്, പെരുമ്പാവൂര്. അപ്പോൾ സാബു ജേക്കബ് മത്സരിക്കുമെന്ന് ചോദിച്ചപ്പോൾ അയാൾ മത്സരിക്കില്ല എന്ന് പറഞ്ഞിട്ടില്ല. അദ്ദേഹത്തിന് മത്സരിക്കാവുന്ന സ്ഥലമാണ് ഈ പെരുമ്പാവൂര്. വേണമെങ്കിൽ കുന്നത്തുനാട് ശ്രീനിജനെതിരെ മത്സരിക്കാമല്ലോ. ശ്രീനിജനല്ലേ നിതാന്ത ശത്രു എന്ന് പറയുന്ന ആള്. മാത്രമല്ല അവിടെ ശ്രീനിജൻ ജയിക്കുന്നത് തന്നെ ഈ പോരിൻ്റെ അടിസ്ഥാനത്തിലൊക്കെയാണ്, ഈ വിഭജിച്ച് വോട്ട് പോയിട്ടൊക്കെയാണ്. ഇതുകൊണ്ട് രാഷ്ട്രീയ മാറ്റങ്ങളും ചില പഞ്ചായത്തുകളിൽ സംഭവിക്കുന്നുണ്ട്. കാരണം T20 ഉള്ള സ്ഥലത്ത് T20 പെട്ടെന്ന് NDA ആയിട്ട് മാറിയല്ലോ. ഇപ്പൊ 2020 എന്നുള്ളത് NDA ആയിട്ട് മാറിക്കഴിഞ്ഞു, പുനർനാമകരണമൊക്കെ ആയി. അപ്പൊ അതുകൊണ്ട്
അവര് നിൽക്കുന്ന സ്ഥലത്തൊക്കെ അവര് ഇന്ത്യ ആയിട്ടാണല്ലോ നിൽക്കുന്നത് പഞ്ചായത്ത്. അപ്പൊ ഒരു ചില പഞ്ചായത്തുകൾ ഇന്ത്യക്ക് കിട്ടി എറണാകുളത്ത് നേരത്തെ കിട്ടി. ഇപ്പൊ കിട്ടി 2020 വന്നപ്പോ ചില പഞ്ചായത്തുകൾ കിട്ടുകയാണല്ലോ ഇന്ത്യക്ക് പുതുതായിട്ട്. അപ്പൊ ഇതിൻ്റെ അകത്ത് കുന്നത്തുനാട് കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പില് ഐക്കരനാട് സ്വീപ്പ് ചെയ്തു. മൊത്തം പഞ്ചായത്തുകളിൽ 89 അംഗങ്ങളുണ്ട് ഇപ്പോൾ ഈ 2020ക്ക്. എന്ന് പറഞ്ഞാൽ ഇന്ത്യക്ക് 2020യുടെ അടിസ്ഥാനത്തിൽ ഈ അംഗങ്ങളൊക്കെ കിട്ടുകയാണ് എറണാകുളത്ത്. കുന്നത്തുനാട്, മഴുവന്നൂര്, കുന്നത്തുനാട് ഉണ്ട്, മഴുവന്നൂര് ഭരണം പോയി. തിരുവാണിയൂരിൽ സാന്നിധ്യം പുതുതായിട്ട് ഉറപ്പിച്ചു. 14 കൊല്ലമായി 2020 വന്നിട്ട്. അപ്പോൾ കുന്നത്തുനാട് നിയമസഭാ മണ്ഡലത്തിൽ CPM-ന് ഗുണം കിട്ടിയിട്ടുണ്ട് ഈ ശത്രുത കൊണ്ട്. അതുകൊണ്ടാണ് ശ്രീനിജൻ ഇന്നലെ ഈ ശത്രുത ഇയാൾ കച്ചവടത്തിന് വേണ്ടി ചെയ്തതാണെന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ BJP ഈ ഭാഗത്ത് ഇതുവരെ വലുതായിട്ടില്ല. അപ്പോൾ അതിന് ഇനി സഖ്യകക്ഷിയാവുമ്പോൾ അതിൻ്റെ ഗുണം കിട്ടും എറണാകുളം ജില്ലയിൽ. 2021 ചില സീറ്റുകളിൽ നിയമസഭാ സീറ്റുകളിലും ഗുണം കിട്ടും. ഈ കിഴക്കമ്പലം, ഐക്കരനാട് പഞ്ചായത്തുകളിൽ തനിച്ചു ഭൂരിപക്ഷമുണ്ട് 2020ക്ക്. തിരുവാണിയൂരിലെ ഏറ്റവും വലിയ ഒറ്റക്കക്ഷിയാണ് 2020. പൂതൃക്ക പഞ്ചായത്തിൽ നറുക്കെടുപ്പിൽ വിജയിച്ചിട്ട് 2020 പ്രസിഡന്റ് സ്ഥാനം ഭരിക്കുന്നത്. അപ്പോൾ 2 പഞ്ചായത്ത് ഈ 2020 NDAയിൽ ചേരുമ്പോൾ സംഭവിക്കുന്ന രാഷ്ട്രീയ മാറ്റം 2 പഞ്ചായത്തുകളിൽ ഭരണം അനിശ്ചിതത്വത്തിലാകുന്നു. മാറ്റം വരികയാണ്. പൂതൃക്കയിലും വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്തിലും, വടവുകോട് പുത്തൻകുരിശ് ഒറ്റ പഞ്ചായത്ത്, പൂതൃക്ക പഞ്ചായത്തിലും. വടവുകോട് കോൺഗ്രസിനെ 2020 പിന്തുണച്ചിട്ട് കോൺഗ്രസ് ഭരിക്കുക. ഇന്ത്യയിൽ കക്ഷിയാവുമ്പോൾ കോൺഗ്രസിനുള്ള പിന്തുണ പൂതൃക്കയിൽ പിൻവലിക്കുമല്ലോ. അപ്പോൾ അവിടെ കോൺഗ്രസിന് ഭരണം പോവും. ഒരു സ്ഥലത്ത് കോൺഗ്രസിന് ഭരണം പോവും. പൂതൃക്കയിൽ കോൺഗ്രസ് 2027 വീതം ആണ് അംഗങ്ങൾ. LDFന് 2 ഉള്ളൂ അവിടെ. NDA മുന്നണിയെ പുറത്താക്കാൻ അവിടെ കോൺഗ്രസും CPIയും ഒന്നിക്കുവോ എന്ന് കണ്ടറിയണം പൂതൃക്കയിൽ. അങ്ങനെയാണെങ്കിൽ മറ്റേ ഇത് നഷ്ടപ്പെടും. വടവുകോട് കോൺഗ്രസിന് 7 സീറ്റാണ്. വടവുകോട് പുത്തൻകുരിശ് പഞ്ചായത്ത് മറ്റേ 2020 പിന്തുണയോട് കൂടിയിട്ടാണ് മറ്റേ ഭരിക്കുന്നത്. LDFന് 8 സീറ്റാണ് ഉള്ളത്. അപ്പോൾ കോൺഗ്രസ് NDA പിന്തുണയിൽ അവിടെ ഭരണം തുടരുമോ? ആ പ്രശ്നം വടവുകോട്. അപ്പോൾ വടവുകോട്, പൂതൃക്ക ഈ പഞ്ചായത്തുകളിൽ ഭരണമാറ്റം ഉണ്ടാവും. തിരുവാണിയൂരിൽ 2020ക്ക് ഭീഷണി ഇല്ല, 9 സീറ്റുണ്ട്. എന്ന് പറഞ്ഞാൽ അവിടെ NDA തിരുവാണിയൂർ ഭരണത്തിൽ വരികയാണ്. BJPക്കും കൂടി ഭരണത്തിൽ ആണെന്ന് കരുതാം. LDFന് 5, UDFന് 4. ഐക്കരനാട് 16 സീറ്റിലും 2020 ജയിച്ചിരിക്കുന്നത്. അപ്പൊ NDA ഭരണമാണ് ഐക്കരനാട്. പല സ്ഥലത്തും NDA ഭരണം ആണെന്ന് പറയാം. കിഴക്കമ്പലത്ത് 14 സീറ്റ് ആയിട്ട് മറ്റേ 2020 ഭരിക്കുകയാണ്. എന്ന് പറഞ്ഞാൽ എറണാകുളത്തിന്റെ കുറച്ച് ഭാഗങ്ങളിൽ NDA ഭരണത്തിൽ വരികയാണ്. NDAക്ക് ഈ 2020 വരവ് എറണാകുളം ജില്ലയിലെങ്കിലും വലിയ മുന്നേറ്റം ഉണ്ടാക്കി ഗുണം ചെയ്യുന്നു. ഗുണമുണ്ടാക്കി യാക്കോബായ സഭയിലേക്ക് കടന്നു കയറുന്നു BJP. അതാണ് രണ്ട് നേട്ടമാണ് ഒരേ സമയത്ത്, അല്ലേ? തീർച്ചയായിട്ടും അത് തിരിച്ചും 2020ക്കും അത് ഈ എല്ലാവരാലും വേട്ടയാടപ്പെടുന്ന ഒരവസ്ഥയിൽ നിന്ന് കുറെ കൂടി സുരക്ഷിതമായ ഒരവസ്ഥയിലേക്ക്, സംരക്ഷിക്കാൻ ആളുള്ള, ചോദിക്കാനും പറയാനും ആളുള്ള. അല്ലെ, പെരുമ്പാവൂർ ഭാഗത്തൊക്കെ ഈ BJPക്കൊക്കെ അത്യാവശ്യം സ്വാധീനമൊക്കെ ഉള്ള സ്ഥലമാണ്. അപ്പോൾ പല സ്ഥലത്ത് ഈ നമ്മൾ ശരിക്കും നോക്കുകയാണെങ്കിൽ 2020ക്ക് കിട്ടിയ വോട്ടും BJPക്ക് കിട്ടിയ വോട്ടും കൂടി കൂട്ടിച്ചേർത്താൽ അത്രയും വോട്ട് ആ മണ്ഡലങ്ങളിൽ ഉണ്ട് എന്ന് നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായിട്ടും. അപ്പോൾ ഏതായാലും അത് NDA കേരളത്തിലെടുത്ത, അതും CK ജാനു ഒക്കെ നഷ്ടപ്പെട്ട ഒരു സമയത്ത് എടുത്ത ഏറ്റവും യുക്തമായ തീരുമാനം എന്ന്. വേറൊന്ന്, BDJS വേണമെങ്കിൽ NDA വിടാമല്ലോ.
അതിനുള്ള വിട്ടുപോയാലും നഷ്ടമൊന്നുമില്ല. അതെ, നഷ്ടമില്ല, ഗുണമാണത്. ആണല്ലേ? കാരണം ഇപ്പോ ഈ BDJ സ്ഥാനാർത്ഥി ഉണ്ടെങ്കിൽ പല BJP-ക്കാരും വോട്ട് ചെയ്യാൻ ഇല്ല, BJP സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ കണക്കുകൾ നോക്കുമ്പോൾ BJP സ്ഥാനാർത്ഥി മത്സരിക്കുമ്പോൾ കിട്ടിയ വോട്ട് പകുതി പോലും അതേ മണ്ഡലത്തിൽ തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ BDJS മത്സരിക്കുമ്പോൾ കിട്ടുന്നില്ല. അതെ, അതാണല്ലോ അതിന്റെ ഒരു അതെ. നമ്മുടെ സതീശന്റെ മണ്ഡലം തന്നെ ഉദാഹരണമല്ലേ, വടക്കം പറവൂര് നേരത്തെ കിട്ടിയതിന്റെ പകുതിയാണ് കഴിഞ്ഞുകൊണ്ട് കിട്ടിയിരിക്കുന്നത്. വോട്ട് BDJ സ്ഥാനാർത്ഥികൾ നിന്ന് കഴിഞ്ഞാൽ വോട്ട് മറിക്കുന്നില്ലേ എന്ന് പോലും സംശയിക്കാവുന്ന വിധത്തിൽ ഉണ്ട്. അതുകൊണ്ട് അപ്പൊ BDJസും കൂടി ഇങ്ങനെ പോകാനായിട്ട് NDAക്ക് ഗുണകരമായ മട്ടിൽ പോകേണ്ടവർ പോവുകയും വരേണ്ടവർ വരികയും ചെയ്യണം. അതിന്റെ ഒരു ആരോഗ്യകരമായ ഒരു നീക്കമായിട്ട് വേണം. BDJs പോകാനായിട്ട് നിൽക്കെ അതിനേക്കാൾ നല്ലൊരു കക്ഷിയാണ് വന്നു ചേർന്നിരിക്കുന്നത്. അവർക്ക് പഞ്ചായത്തുകളും സീറ്റുകളും ഒക്കെ ഉണ്ടല്ലോ. തീർച്ചയായിട്ടും. അപ്പൊ അതൊരു വലിയ അവരെടുത്ത ശരിയായൊരു തീരുമാനം എന്ന് വേണം കരുതി. രണ്ടു കൂട്ടരും എടുത്ത തീരുമാനം. അപ്പോ അതിനെ രാഷ്ട്രീയ കേരളത്തിലെ ഒരു പുതിയ മൂവ്മെന്റ് ആയിട്ട് തന്നെ അതിനെ കാണണം. ആ ഒരു ദിശയിലുള്ള പോക്കിനെ അല്ലേ? ഒരു ക്രൈസ്തവ വിഭാഗത്തിന്റെ പിന്തുണ രണ്ടു കൂട്ടർക്കും ഗുണം ചെയ്യട്ടെ നമുക്ക് ആശംസിക്കാം. അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.